ഹിമാലയം. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയം. ഇൻഡോ ആസ്ട്രേലിയൻ ബാലകവും യൂറേഷ്യൻ ബാലകവും തമ്മിൽ കൂട്ടിമുട്ടി ഇതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ടിബറ്റൻ പീഠഭൂമി ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഹിമാലയം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നു. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം 50. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് കംലാങ്, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 12. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഗ്രേറ്റർ ഹിമാലയാസ്, ലെസ്സർ ഹിമാലയാസ്, ഔട്ടർ ഹിമാലയാസ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു, ഗോഡ്വിൻ ആസ്റ്റിൻ, 8611 മീറ്റർ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് കേറ്റു. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം നന്ദാദേവി. ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ സിവാലിക്. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വതം മുതലായവ ഹിമാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വതം മുതലായവ ഹിമാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദയാമിർ, പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗ പർവ്വതം. കാശ്മീർ, കുളു, കാൻഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിൽ. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ജലം. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂരി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാൽ. ദൈവങ്ങളുടെ താഴ്വര കുളു. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി. ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്ക് കട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാൻഗ്ര. ഹിമാലയത്തിലെ സുഖവാസ കേന്ദ്രങ്ങൾ മുസോറി, ഉത്തരാഖണ്ഡ്.
നൈനിറ്റാൾ ഉത്തരാഖണ്ഡ്, റാണിഗഡ് ഉത്തരാഖണ്ഡ്, അൽമോറ ഉത്തരാഖണ്ഡ്, ബദ്രിനാഥ് ഉത്തരാഖണ്ഡ്. ഡെഹ്റാഡൂൺ ഉത്തരാഖണ്ഡ്, ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ, ഗുൽമർഗ് ശ്രീനഗർ, പഹാലഗം ജമ്മു കാശ്മീർ, ഷിംല ഹിമാചൽ പ്രദേശ്, ചമ്പ ഹിമാചൽ പ്രദേശ്, ധർമ്മശാല ഹിമാചൽ പ്രദേശ്, ഡൽഹൌസി ഹിമാചൽ പ്രദേശ്, തവാങ് അരുണാചൽ പ്രദേശ്. ശിവന്റെ തിരുമുടി എന്ന് അർത്ഥം വരുന്ന പർവ്വതനിര ശിവാലിക്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ. ഷിംല, മുസോറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിൽ. ഹിമാചലിലെ ഒരു പ്രധാന ചുരം റോഹ്ടാങ്. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിൽ. ശിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി തട്ടുതട്ടായുള്ള കൃഷിരീതി, ടെറസ് കൾട്ടിവേഷൻ. ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക്. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായ നീളമേറിയും വിസ്തൃതമായുമുള്ള താഴ്വര ഡ്യൂണുകൾ. ഡ്യൂൺസ് താഴ്വരയിലെ പ്രധാന വൃക്ഷം സാൽ മരങ്ങൾ. ഏറ്റവും വലിയ ഡ്യൂൺ ഡെറാഡൂൺ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക്. ഹിന്ദുകുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും പ്രധാനമായും കാണപ്പെടുന്നത് ശിവാലിക്. സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് പീക്ക് 15. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് 8850 മീറ്റർ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ചുരങ്ങൾ. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് പുറകിലുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ. ഹിന്ദുകുഷിലെ പ്രസിദ്ധമായ മലമ്പാതകൾ ഗൈബർ, ബോലാൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗതയോഗ്യമായ ചുരം ഗാർ തുങ്ല ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരം. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ അസിർഗഡ് ചുരം. ചുരങ്ങളുടെ നാട് ലഡാക്ക്. ഗാർ തുങ്ല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ലേ സിയാച്ചിൻ ഗ്ലേഷ്യർ, ജമ്മു കാശ്മീർ. നാമ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ചുരങ്ങളും സംസ്ഥാനങ്ങളും നാഥുല സിക്കിം, ഷിപ്കില ഹിമാചൽ പ്രദേശ്, സോജില ജമ്മു കാശ്മീർ, ഫോട്ടുല ജമ്മു കാശ്മീർ, നമികാല റോഹ്താങ് ഹിമാചൽ പ്രദേശ്, ജലാപില സിക്കിം, ലിബുലെക് ഉത്തരാഖണ്ഡ്, നാമ ചുരം ഉത്തരാഖണ്ഡ്, കുബർലിഘട്ട് ഉത്തരാഖണ്ഡ്, ബോർഗട്ട് മഹാരാഷ്ട്ര. ചുരങ്ങളും സ്ഥലങ്ങളും ഗൈബർ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ബനിഹാൾ ജമ്മു കാശ്മീർ, ശ്രീനഗർ. അപ്പോൾ ജമ്മു കാശ്മീർ ശ്രീനഗറിനെ ഒന്നിപ്പിക്കുന്ന ചുരം ബനിഹാൾ. ലിബുലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില ചുരം ശ്രീനഗർ, കാർഗിൽ. നാഥുല ചുരം സിക്കിം, ടിബറ്റ്. ബോംദില അരുണാചൽ പ്രദേശ്, ലാസ. ബോർഗട്ട് മുംബൈ, പൂനെ. താൽഗഡ് നാസിക്, മുംബൈ. ജമ്മു കാശ്മീരിന്റെ വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ട്രാൻസ് ഹിമാലയൻ. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ, ലഡാക്ക്. ട്രാൻസ് ഹിമാലയൻ നിരയിൽ വരുന്ന പ്രധാന പർവ്വത നിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിൽ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിൽ. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ടിബറ്റ്.
കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേര് കാങ് റിംപോച്ചെ. കൃഷ്ണഗിരി എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറം. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതിയിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറം. റുഡ്യാർഡ് ക്ലിപ്പിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വതനിര കാരക്കോറം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിൻ. ഒന്നാമത്തത് ഫെഡ്ചെൻകോ, താജിക്കിസ്ഥാൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സിയാച്ചിൻ. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്ര. നൂബ്ര നദി ചെന്ന് ചേരുന്ന സിന്ധു നദിയുടെ പോഷക നദി ഷോക്ക്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഉത്തരപർവ്വത മേഖലയിലെ വടക്ക് കിഴക്കൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ ഗാസി, ഗാരോ, ജയന്തിയ, മിസോനാഗ, പഡ്കായ്. മൗസിൻഡാം സ്ഥിതി ചെയ്യുന്ന മലനിര ഗാസി. മൗസിൻഡാം സ്ഥിതി ചെയ്യുന്ന മലനിര ഗാസി. അരുണാചൽ പ്രദേശിനും മ്യാൻമറിനുമിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതഭാഗം പത്കായബം. മണിപ്പൂരിനും മ്യാൻമറിനുമിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ. ഇന്ത്യക്കും മ്യാൻമറിനുമിടയിൽ നീർമറിയായി നിലകൊള്ളുന്ന കുന്നുകൾ പത്കായിബം, നാഗക്കുന്നുകൾ. ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സോഹ്റ. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അഗുംബെ, കർണാടക. അഗുംബെ. കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടി. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വതനിര അരക്കൻ യോമ. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി സർ ഡിസ്നി ബെർണാൾഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം, നേപ്പാൾ ഹിമാലയം, കുമയൂൺ ഹിമാലയം, ആസാം ഹിമാലയം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട സമതലം ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഏക്കൽ സമതലം ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിലെ പ്രദേശങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന ഏക്കൽ മണ്ണ് കാദർ. ഉത്തര മഹാസമതലം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴം ഏക്കൽ നിക്ഷേപം ഭംഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലെ ഭാഗം മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപീകരണത്തിന് കാരണമായ നദികൾ ലൂണി, സരസ്വതി നദികൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യത മേഖല ഗംഗ ബ്രഹ്മപുത്ര താഴ്വര. പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ സിന്ധുവും പോഷക നദികളും. 2 നദികൾക്കിടയിലെ ഏക്കൽ പ്രദേശം ഡോബ്. ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരി ഡോബ്. ബിയാസ് സത്ലജ് നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം ബിസ്ത ഡോബ്. ചിനാബ് രവി നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം രജേന ഡോബ്. ജലം ചിനാബ് നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം ചാപ് ഡോബ്. സിന്ധു ചലം നദികൾക്കിടയിലുള്ള ഏക്കൽ പ്രദേശം സിന്ധു സാഗർ. ശിവാലിക് മലനിരകൾക്ക് സമാന്തരമായി പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ് ഇടുങ്ങിയ പ്രദേശം ബാബർ. ബാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം ടെറായി.
ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ ആരാവല്ലി, വിന്ധ്യ സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരാവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരാവല്ലി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാവല്ലി. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ആരാവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രം, മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ. മൗണ്ട് ഗുരു ശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഗോരൻഘട്ട് ചുരം. ഹാർഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാവല്ലി. ആരാവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരു ശിഖർ. സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ദൂപ്ഗാർഹ്. വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അമർകാണ്ടക്. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ റെയ്സിന കുന്നുകൾ. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സാത്പുര നിരകൾ. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സാത്പുര നിരകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്ന പർവ്വതനിരകൾ വിന്ധ്യ നിരകൾ. വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമി മൈക്കല നിരകൾ. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച് മാർഗി സ്ഥിതി ചെയ്യുന്ന മലനിര സാത്പുര. സാത്പുര റാണി പഹ്മാർച്ചി മാർഹി മധ്യപ്രദേശ്. അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സാത്പുര. അറബിക്കടലിന് സമാന്തരമായി താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ബോർഗട്ട്, താൽഘട്ട്, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. പൂർവഘട്ടത്തിന്റെ ശരാശരി ഉയരം 600 മീറ്റർ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ജിൻദഗാഡ പർവ്വതം, ആന്ധ്രാപ്രദേശ്. ഉപദ്വീപീയ ഇന്ത്യയെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴി. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മഹേന്ദ്രഗിരി കുന്നുകൾ. നല്ലമല, പളനി, നാൽക്കൊണ്ട കുന്നുകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പൂർവഘട്ടം. പളനി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ. പൂർവഘട്ടം എത്ര സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു? 4. പശ്ചിമ ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകൾ, തമിഴ്നാട്. നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗം തോഡാർ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ദോഡാബേട്ട. സ്വർണം, വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങൾ ഉള്ള ഇന്ത്യയിലെ പീഠഭൂമി ഗോൾക്കൊണ്ട. ഗോൾക്കൊണ്ട സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കോഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണഖനി ഗോൾക്കൊണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമി
മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ, മഹാരാഷ്ട്ര. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖല ഡെക്കാൻ ട്രാപ്പ് റീജിയൻ. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക പീഠഭൂമി. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ബാബ ബുദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ധാർവാർ പ്രദേശം, കർണാടക. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മാൾവ പീഠഭൂമി. റാഞ്ചി പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം പരേഷ്നാഥ് കുന്നുകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. പ്രധാന കൊടുമുടികൾ ഗോഡ്വിൻ ആസ്റ്റിൻ, ജമ്മു കാശ്മീർ. കാഞ്ചൻഗംഗ, സിക്കിം. ആനമുടി, കേരളം. ഗുരു ശിഖർ, രാജസ്ഥാൻ. നന്ദാദേവി, ഉത്തരാഖണ്ഡ്. ഗോഡ്വിൻ ആസ്റ്റിൻ, ജമ്മു കാശ്മീർ. കാഞ്ചൻഗംഗ, സിക്കിം. ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയാണ് ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിമാലയൻ നദികൾ വരുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര. ആദ്യം വരുന്നത് സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗർ ചു ഗ്ലേഷ്യറിലാണ്. അപ്പോൾ ബോഗാർ ചു ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം. സിന്ധു നദിയുടെ ആകെ നീളം 2800 കിലോമീറ്റർ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ. സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകനാണ് സെൻ ഹെഡിൻ. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദി. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ടർബേല ഡാം. അപ്പോൾ ടർബേല ഡാമാണ് പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം. സിന്ധു, സരസ്വതി, ജലം, ചിനാബ്, സത്ലജ്, രവി എന്നിവ ചേർന്നറിയപ്പെടുന്നത് സപ്ത സിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികളാണ് സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ജലം, ചിനാബ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. മുഹമ്മദ് അയൂബ് ഖാൻ, മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത്? അപ്പോൾ സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളിലെ ജലത്തിനാണ് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ളത്. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത്? സിന്ധു, ജലം, ചിനാബ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്
കാശ്മീരിലെ നംഗ പർവ്വതത്തിനടുത്ത് വെച്ച് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരം. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു. പാകിസ്ഥാന്റെ ജീവരേഖ സിന്ധു നദി. പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധു. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്നത് ലഡാക്ക്. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്ടാങ് ചുരത്തിൽ നിന്ന്. അപ്പോൾ റോഹ്ടാങ് ചുരത്തിൽ നിന്നാണ് ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം. വേദങ്ങളിൽ അർജികുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ബിയാസ്. കാംഗാര, കുളു, മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. രവി ബിയാസ് നദീജല ട്രിബ്യൂണൽ സ്ഥാപിതമായത് 1986. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജ് ആണ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്കു ഭാഗത്തൂടെ ഒഴുകുന്ന നദി സത്ലജ്. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സത്ലജ് യമുന ലിങ്ക് കനാൽ. ഗ്രീക്ക് പുരാണത്തിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ബിയാസ്. ഗ്രീക്ക് പുരാണത്തിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ബിയാസ്. ഗ്രീക്ക് പുരാണത്തിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി സത്ലജ്. ചാന്ദ്ര, ബാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദി ചിനാബ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചിനാബിലാണ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ ഡാം, ജമ്മു കാശ്മീർ. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്നാണ് രവി നദിയുടെ ഉത്ഭവസ്ഥാനം. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ. തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിൽ. രഞ്ജിത് സാഗർ ഡാം എന്നറിയപ്പെടുന്ന തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിൽ. ഇനി വരുന്നത് നദികളും അപരനാമങ്ങളുമാണ്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദറാണ്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം കോസി. ബീഹാറിൻ്റെ ദുഃഖം കോസി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ഒറീസയുടെ ദുഃഖം മഹാനദി. അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം ഹയാങ്ഹോ. ചുവന്ന നദി ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ ഗോദാവരി. ദക്ഷിണഗംഗ കാവേരി. വൃദ്ധഗംഗ ഗോദാവരി. ദക്ഷിണഗംഗ കാവേരി. അർത്ഥഗംഗ കൃഷ്ണ. ഗോവയുടെ ജീവരേഖ മാണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവി. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ജലം. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ജലം. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ജലം. ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ജലം. മഹാനായ അലക്സാണ്ടറും
പോറസ രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ജലം. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജലം. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദി താവി നദി. റിമോ ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഷോക്ക്. അടുത്തത് ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 14. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യർ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന നദികൾ ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ണാർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി ഗംഗ 2525 കിലോമീറ്റർ. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്ന്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പേര് ഭഗീരഥി. ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? ദേവപ്രയാഗ്. അപ്പോൾ ദേവപ്രയാഗിൽ വെച്ചാണ് ഭഗീരഥയും അളകനന്ദയും സംഗമിക്കുന്നത്. അതിനുശേഷം ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നു. ഗംഗാ നദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി. ഗംഗയുടെ പോഷക നദികൾ യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ. ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനി. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികൾ ചമ്പൽ, ബേട്ടുവ, കെൻ, സോൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ വെച്ചാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം, അലഹബാദ്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം കൂടുമ്പം അർദ്ധ കുംഭമേള. 12 വർഷം മഹാകുംഭമേള. സരസ്വതി, ഗംഗ, യമുന ഇവ മൂന്നും കൂടിച്ചേരുന്നിടം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം. യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി, ഉത്തരാഖണ്ഡ്. യമുനയുടെ നീളം 1376 കിലോമീറ്റർ. യമുനയുടെ പോഷക നദികൾ ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഹൂഗ്ലി. അപ്പോൾ ഹൂഗ്ലി നദിയാണ് പശ്ചിമ ബംഗാളിലെ ഗംഗയുടെ പേര്. ജലാങ് നദിയുമായി ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്നത് ഹൂഗ്ലി. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഏതു നദിയുടെ കുറുകെയാണ്? ഹൂഗ്ലി നദിയുടെ കുറുകെയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. അമർകാണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോൺ. പാടലിപുത്രം എന്ന നദീക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ സോൺ നദീക്കരയിലാണ് പാടലിപുത്രം എന്ന നദി സ്ഥിതി ചെയ്യുന്നത്. ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി നമാമി ഗംഗ. കേന്ദ്ര ഗവൺമെൻറ് പുതിയതായി ആരംഭിച്ച റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റെജുവനേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി ഉമാ ഭാരതി. നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ IIT കാൺപൂർ ആണ്. നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ IIT. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹന്ദ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹന്ദ് നദിയിൽ.
ചമ്പലിൻ്റെ പ്രധാന പോഷക നദി ക്ഷിപ്ര. പാറ്റ്നയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദി കോസി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി. ത്രിവേണി സംഗമം. ഭഗീരഥി, അളകനന്ദ, ദേവ് പ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി, പ്രയാഗ് ത്രിവേണി സംഗമം. അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. അളകനന്ദ, പിണ്ടാർ, കർണപ്രയാഗ്. അളകനന്ദ, ധൗളി ഗംഗ, വിഷ്ണു പ്രയാഗ്. രാമായണത്തിൽ തമസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ടോൺസ് നദി. രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഗാഗര. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി കോസി പദ്ധതി. കെൻ, സോൺ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകൾ മധ്യപ്രദേശ്. ഗാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകം ടിബറ്റ്. ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച പ്രസിദ്ധമായ അണക്കെട്ട് ഫറാക്ക ബാരേജ്. 1986 ഫറാക്ക ബാരേജ്. ഗംഗാ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം മഹാത്മാഗാന്ധി സേതു പാലം. ഗംഗാ നദിക്ക് കുറുകെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം, പാട്ന. ആദ്യത്തേത് ധോല സാദിയ പാലം. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ 2 തൂക്കുപാലങ്ങൾ രാംതാസൂലയും ലക്ഷ്മൺ താസൂലയും. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഭഗീരഥി. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗ. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദികൾ ജമുന, മേഘ്ന. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗണ്ഡകി. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനം. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗം ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. 1996. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ. 1996. ബംഗ്ലാദേശിലെ ചാങ്പൂർ ജില്ലയിൽ വെച്ച് പത്മ നദിയിൽ ചേരുന്ന നദി മേഘ്ന. ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഗംഗാസാഗർ ദ്വീപ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഗംഗ ആക്ഷൻ പ്ലാൻ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി, വാരണാസി. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ. അടുത്തത് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമ്യുങ്ഡുങ് ഹിമാനി. മാനവ സരോവർ തടാകത്തിന് സമീപം. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ. ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജല ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് അസ്സാമിലെ ബ്രഹ്മപുത്ര നദിയിൽ. ഇന്ത്യയിലെ അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജല ദ്വീപായ മാജുലി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ്. ഹിമാലയൻ നദികളിൽ പുല്ലിംഗ നാമധേയം ഉള്ള നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? നമ്പ ബർവ. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലുഹിത്, ദിനാങ്, മാനസ്, സുബീർ സരി. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊക്കെ നദികൾ കൂടിച്ചേർന്നാണ്? ഗംഗ, ബ്രഹ്മപുത്ര. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് സിയാങ്. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന.
ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ്. പ്രധാന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തിയാണ്. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്ന്. അപ്പോൾ ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി മണ്ഡോവി ആണ്. ഗോവയിലുള്ള മണ്ഡോവി നദിയിലാണ് ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി വരുന്നത് നർമ്മദയാണ്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. അപ്പോൾ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദിയല്ല, ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. 1312 കിലോമീറ്റർ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകാണ്ടകാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അപ്പോൾ ബ്രഹ്മ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. അപ്പോൾ വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. അപ്പോൾ ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദയാണ്. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്താണ്. അപ്പം നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്താണ്. പ്രധാന പോഷക നദികൾ വരുന്നത് ഷേർ, താവ, ഹിരൺ ആണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ നദിയാണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ നദിയാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. അപ്പോൾ ഇതിനു മുന്നേ പറഞ്ഞത് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്നു. അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് നർമ്മദ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ച തടയുന്നതിനായി നർമ്മദ നദിയിലെ വെള്ളം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വൻ ജലസേചന പദ്ധതിയാണ് സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പാട്കർ ആണ്. നർമ്മദയുമായി വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ നദീതീരമാണ്. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം നർമ്മദയാണ്. നർമ്മദ നദീതീരം. ദേശീയ കുടിവെള്ള പദ്ധതി ആരംഭിച്ച വർഷം 1991. നർമ്മദ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ജബൽപൂർ ആണ്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ദാംകരേശ്വർ. അടുത്തത് താപ്തി നദിയാണ്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തിയാണ്. ബ്രഹ്മ താഴ്വരങ്ങളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ്. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി താപ്തി നദിയാണ്. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം സൂററ്റ് ആണ്. പ്രധാന പോഷക നദികൾ സൂഗി, അരുണാവതി, ഗിർന. പ്രധാന ജലവൈദ്യുത പദ്ധതികൾ കാക്രപ്പാറ, ഉത്കായി. താപ്തി നദിയുടെ പതനസ്ഥലം അറബിക്കടലാണ്. ആരാവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. അപ്പോൾ ആരാവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സബർമതി നദി. അടുത്തത് ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി.
അപ്പോൾ ആദ്യം വരുന്നത് മഹാനദി. ഒറീസയിലെ പ്രധാന നദിയാണ് മഹാനദി. അപ്പോൾ ഒറീസയിലെ പ്രധാന നദിയാണ് മഹാനദി. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ ആണ്. മഹാനദിയുടെ പോഷക നദികൾ ഇബ്ടെൽ ആണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥാണ്. അപ്പോൾ മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി വരുന്നത് ഷിയോനാഥാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഷിയോനാഥാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. അതുപോലെ തന്നെ മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയും ഷിയോനാഥ് തന്നെയാണ്. 1998 ഷിയോനാഥിൻ്റെ ജലത്തിൻ്റെ ഉടമസ്ഥാവകാശം നേടിയെടുത്ത വ്യവസായി കൈലാഷ് സോണിയാണ്. അടുത്തത് ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ആദ്യത്തെ നദി വരുന്നത് ഗംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഗോദാവരി, പ്രാണഹീത, പെൻഗംഗ എന്നീ നദികളിലെ ജലസേചന പദ്ധതികൾക്കായി അണക്കെട്ട് നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, തെലങ്കാന. അടുത്തത് വരുന്നത് കൃഷ്ണ നദിയാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് കൃഷ്ണയ്ക്ക്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണയാണ്. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ നദിയാണ്. ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ്. അടുത്തത് കാവേരി. കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ കബനി, അമരാവതി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ശിവസമുദ്രം, ഹൊഗനക്കൽ. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. അപ്പോൾ ടിപ്പുവിൻ്റെ തലസ്ഥാനമാണ് ശ്രീരംഗപട്ടണം. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി നദിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരിയാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം പുഹുംഹാറാണ്. തമിഴ്നാട്ടിൽ പുഹുംഹാറാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതി 1902. കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്കം പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത് 1990-ലാണ്. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി വൈഗയാണ്. മാന്നാർ ഉൾക്കടലിൽ എത്തുന്ന ഇന്ത്യയിലെ നദി താമ്രഭരണിയാണ്. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദിയാണ് താമ്രഭരണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ്. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രതീക്ഷമാകുന്ന നദിയാണ് ലൂണി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരാവല്ലി നിലകളിലെ പുഷ്കർ താഴ്വരകളിൽ നിന്നാണ്. ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ സുക്രി, ജൊവായ്, ജോജരി. ലൂണി നദിയുടെ മറ്റൊരു പേര് സാൾട്ട് റിവർ, ലവണവാരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി. സുവാരി നദി ഒഴുകിയെത്തുന്ന സംസ്ഥാനം ഗോവയാണ്. മംഗലപുരത്ത് കൂടി ഒഴുകുന്ന നദി നേത്രാവതി. മംഗലാപുരത്ത് കൂടി ഒഴുകുന്ന നദി നേത്രാവതി. കൂവം, അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലം ചെന്നൈ.
മംഗലാപുരത്ത് കൂടി ഒഴുകുന്ന നദി നേത്രാവതി. കൂവം, അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലം ചെന്നൈ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഗാഗർ. ഇനി വരുന്നത് നദികളും ഉത്ഭവ സ്ഥാനങ്ങളുമാണ്. ആദ്യം വരുന്നത് സിന്ധു നദി. ബോഗാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഗംഗ, ഗംഗോത്രി. ബ്രഹ്മപുത്ര, ചേമ്യുങ്തങ് ഗ്ലേഷ്യർ. നർമ്മദ, കാണ്ടക്. അടുത്തത് താപ്തി, മുൾട്ടായി പീഠഭൂമി. കൃഷ്ണ, മഹാബലേശ്വർ. കാവേരി, തലക്കാവേരി. ഗോദാവരി, നാസിക് കുന്നുകൾ. മഹാനദി, സിഹാവ നിരകൾ. അപ്പോൾ ഗോദാവരി വരുന്നത് നാസിക് കുന്നുകളാണ്. മഹാനദി വരുന്നത് സിഹാവ നിരകൾ. റായ്പൂർ, ചണ്ഡീഗഡിലെ സിഹാവ നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഗോമതി വരുന്നത് പിലിഭിത്ത്, ഉത്തർപ്രദേശാണ്. കോസി വരുന്നത് ഗോസൈത്താൻ, ടിബറ്റ്. ഇനി കുറച്ച് കണക്റ്റഡ് ഫാക്റ്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ്. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജൻജാവതിയാണ്. ആന്ധ്രാപ്രദേശിലെ ജൻജാവതി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദിയാണ്. അപ്പോൾ ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. ഇനി ഇന്ത്യയിലെ നീളം കൂടിയ നദികളാണ്. ഗംഗ വരുന്നത് 2525 കിലോമീറ്റർ ആണ്. ഗോദാവരി വരുന്നത് 1465 കിലോമീറ്റർ ആണ്. കൃഷ്ണ വരുന്നത് 1400 കിലോമീറ്റർ ആണ്. യമുന വരുന്നത് 1376 കിലോമീറ്റർ ആണ്. നർമ്മദ വരുന്നത് 1312 കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയിലെ പ്രധാന നദീജല തർക്കങ്ങളാണ്. ആൽമാട്ടി ഡാം, ആന്ധ്രാപ്രദേശ് കർണാടക തർക്കമാണ് ആൽമാട്ടി ഡാം. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത് തമിഴ്നാട്, കർണാടക, കേരളം തമ്മിലാണ്. അടുത്തത് മുല്ലപ്പെരിയാർ നദീജല തർക്കം കേരളം, തമിഴ്നാട് തമ്മിലാണ്. ബംഗ്ലിഹാർ അണക്കെട്ട് ഇന്ത്യ, പാകിസ്ഥാനാണ്. കിഷൻഗംഗ അണക്കെട്ടും ഇന്ത്യ, പാകിസ്ഥാനാണ്. അടുത്തത് വരുന്നത് തടാകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഒറീസയിലുള്ള ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറാണ്. ജമ്മു കാശ്മീരിലെ വൂളാറാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്കയാണ്. ഒറീസയിലെ ചിൽക്കയാണ് ഏറ്റവും വലിയ ലവണ തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചേലാമു, സിക്കിമിലാണ്. 18,000 ഫീറ്റ്. ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് കൊല്ലേരു തടാകമാണ്, ആന്ധ്രാപ്രദേശ്. കൃഷ്ണ, ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകം കൊല്ലേരു ആണ്. വൂളാർ തടാകത്തിൻ്റെ പഴയ പേര് മഹാപത്മസരസ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ഉപ്പ് തടാകം ലോണാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൻവർ തടാകമാണ്. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക്കാണ്. മണിപ്പൂരിലെ ലോക്താക്കാണ് വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. റിഹന്ദ് ഡാമിലെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. നൈന, ദിയോപത, അയാർപത എന്നീ ഹിമാലയൻ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം നൈനിറ്റാൾ തടാകമാണ്. നൈന, ദിയോപത, അയാർപത എന്നീ ഹിമാലയൻ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം നൈനിറ്റാൾ തടാകം. രേണുക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധ തടാകം ദാൽ തടാകം. ജിവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകം ദാൽ തടാകം. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിഗാര. നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകമാണ് നൽ സരോവർ, ഗുജറാത്ത്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ദാൽ തടാകം, വൂളാർ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്.
ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരാവല്ലി. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗറാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗർ. ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ശ്രീബുദ്ധൻ്റെയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ മധ്യഭാഗത്തായാണ്. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകം രൂപ് കുണ്ട്. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഡുംബൂർ തടാകം, ത്രിപുര. അടുത്തത് ഇന്ത്യയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് സാഗറാണ്. ജോഗ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദിയാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങളാണ് രാജാ റാണി, റോറർ, റോക്കറ്റ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം അബ്ബിയാണ്. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ജെർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഹൊഗനക്കൽ വെള്ളച്ചാട്ടം, കാവേരി നദി. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം, തമിഴ്നാട്. മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദുവാൻദർ, നർമ്മദ നദി. വനവും വന്യജീവി സമ്പത്തുമാണ്. അപ്പോൾ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. അപ്പോൾ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനം? അപ്പോൾ 24.16% ഇന്ത്യയുടെ വനവിസ്തൃതി വരുന്നത്. ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം വരുന്നത് 103ആണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് വരുന്നത് ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ്. അപ്പോൾ ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ്? 33.3% വനം ആവശ്യമാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ആണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18ആണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18ആണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതിയാണ് മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ ആണ്. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. അപ്പോൾ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം വരുന്നത് ഗിർ ദേശീയോദ്യാനമാണ്. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ്. അപ്പോൾ ഇന്ത്യയിലെ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. അപ്പോൾ ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം വരുന്നതാണ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ. അപ്പോൾ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് വരുന്നത് നീലഗിരിയാണ്, 1986. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് വരുന്നത് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് വരുന്നത് അഗസ്ത്യാർകൂടമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് വരുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 1936 ഇത് വരുന്നത്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവും വരുന്നത്. ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം. അപ്പോൾ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് വരുന്നത് ഗ്യാൻ ഭാരതിയാണ്, റാൻ ഓഫ് കച്ച് ഗുജറാത്താണ്. അപ്പോൾ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണിത്. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് വരുന്നത് ദിബ്രു സൈക്കോവയാണ്. ആസാമിലുള്ള ദിബ്രു സൈക്കോവയാണ് ഏറ്റവും ചെറിയ ബയോസ്ഫിയർ പാർക്ക്. ഏറ്റവും വലിയ ദേശീയോദ്യാനം വരുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ലോകത്തിലെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നതാണ് കന്യാവനങ്ങൾ എന്ന്. ഇനി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിൽ കാണപ്പെടുന്ന വനങ്ങൾ പറയപ്പെടുന്ന പേരാണ് കണ്ടൽ വനങ്ങൾ. അപ്പോൾ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ. അടുത്തത് വരുന്നത് കാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം വരുന്നത് 50 അപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള ടൈഗർ റിസർവുകളുടെ എണ്ണം വരുന്നത് 50. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് ആണ് കംലാങ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ കംലാങ് ആണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് കുടക് മൈസൂരാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് പൂനെയിലാണ്. അപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് കുടക് മൈസൂരും രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് പൂനെയിലാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് തിരുപ്പൂർ കോയമ്പത്തൂരാണ്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് വിശാഖപട്ടണത്താണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് മുംബൈയിലാണ്. അടുത്തത് വരുന്നത് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം. കർണാടകയിലാണിത്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം. ഇന്റർവ്യൂ ഐലൻഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലികൾ. റുഡ്യാർ ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിലെ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. അപ്പോൾ വരുന്നത് ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലികൾ. റുഡ്യാർ ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. ഇനി വരുന്നത് വനങ്ങളും വന്യജീവി സമ്പത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന വർഷങ്ങളാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972 പ്രോജക്റ്റ് ടൈഗർ വരുന്നത് 1973 ജലമലിനീകരണ നിയന്ത്രണം ആക്ട് വരുന്നത് 1974 വനസംരക്ഷണ നിയമം വരുന്നത്
1980-ലാണ്. വായു മലിനീകരണ നിയന്ത്രണം ആക്ട് വരുന്നത് 1981-ലാണ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985-ലാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986-ലാണ്. പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992-ലാണ്. അപ്പോൾ പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992-ലാണ്. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വരുന്നത് 2002-ലാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ്. അപ്പം മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് വരുന്നത് ബണർഘാട്ടയാണ്, കർണാടകയിലാണ്. അടുത്തത് വരുന്നത് കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോ ദേശീയോദ്യാനമാണ്. അപ്പം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് തഡോ ദേശീയോദ്യാനം. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാണ്ടൂർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അപ്പം മഹാത്മാഗാന്ധി മറൈൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാണ്ടൂർ, ആൻഡമാൻ ദ്വീപുകളിലാണ്. വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയിലെ പ്രധാന ഫോസിൽ ദേശീയോദ്യാനങ്ങളാണ് മണ്ഡല മധ്യപ്രദേശ്, ശിവാലിക് ഫോസിൽ പാർക്ക് സകേതി ഹിമാചൽ പ്രദേശ്. ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ദൗത്യവുമായി 2007 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. വനമഹോത്സവത്തിൻ്റെ പിതാവ് KM മുൻഷിയാണ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണയാണ്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം വരുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ്, ജമ്മു കാശ്മീരിലാണ് ഇതുള്ളത്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. അടുത്തത് വരുന്നത് ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമാണ്. ആദ്യം വരുന്നത് മൗളിംഗ്, അരുണാചൽ പ്രദേശിലാണ്. അപ്പം മൗളിംഗ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. കാസിരംഗ വരുന്നത് അസാമിലാണ്. മനാസ് വരുന്നത് അസാമിലാണ്. വാൽമീകി വരുന്നത് ബീഹാറിലാണ്. ഇന്ദ്രാവതി വരുന്നത് ഛത്തീസ്ഗഡാണ്. ഗിർ വരുന്നത് ഗുജറാത്താണ്. വേൽവാദർ വരുന്നത് ഗുജറാത്താണ്. അപ്പോൾ വാൽമീകി ബീഹാർ, ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്, ഗിർ വരുന്നത് ഗുജറാത്താണ്. വേൽവാദർ വരുന്നത് ഗുജറാത്തിലാണ്. മറൈൻ വരുന്നത് ഗുജറാത്തിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ദച്ചിങ്കം വരുന്നത് ജമ്മു കാശ്മീരിലാണ്. ബന്ദിപ്പൂർ വരുന്നത് കർണാടകയാണ്. ബണേർഘാട്ട വരുന്നത് കർണാടകയാണ്. സഞ്ജയ് ഗാന്ധി വരുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ദിരാഗാന്ധി വരുന്നത് തമിഴ്നാടാണ്. ബ്ലൂ മൗണ്ട് വരുന്നത് മിസോറാമിലാണ്. സരിസ്കോ വരുന്നത് രാജസ്ഥാനിലാണ്. ദുധ വരുന്നത് ഉത്തർപ്രദേശാണ്. ഗംഗോത്രി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. കൻഹ വരുന്നത് മധ്യപ്രദേശിലാണ്. ഹസാരിബാദ് വരുന്നത് ജാർഖണ്ഡിലാണ്. പലമാവു വരുന്നത് ജാർഖണ്ഡിലാണ്. കുദ്രേമുഖ് വരുന്നത് കർണാടകയിലാണ്.
ഓരോ സ്റ്റേറ്റിലും വരുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്ന തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് വരുന്നത് മുഖ്യ പക്ഷി സങ്കേതങ്ങളാണ്. മേലേപ്പാട് വരുന്നത് ആന്ധ്രാപ്രദേശാണ്. സലീമലി വരുന്നത് ഗോവയാണ്. സുൽത്താൻപൂർ വരുന്നത് ഹരിയാനയാണ്. രംഗനാതിട്ട വരുന്നത് കർണാടകയാണ്. രംഗനാതിട്ട വരുന്നത് കർണാടകയാണ്. ഖാന വരുന്നത് രാജസ്ഥാനാണ്. വേടൻതങ്ങൾ വരുന്നത് തമിഴ്നാടാണ്. ഇനി വരുന്നത് പ്രധാന ബയോസ്ഫിയർ റിസർവുകളാണ്. ആദ്യം വരുന്നത് നീലഗിരി, തമിഴ്നാട്, കേരളം, കർണാടക. അഗസ്ത്യമല, കേരളം, തമിഴ്നാട്. ഗ്യാൻ ഭാരതി വരുന്നത് ഗുജറാത്തിലാണ്. റാൻ ഓഫ് കച്ചിലാണ് ഗ്യാൻ ഭാരതി. അടുത്തത് വരുന്നത് നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. സുന്ദരവനം വരുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഗൾഫ് ഓഫ് മാന്നാർ വരുന്നത് തമിഴ്നാട്ടിലാണ്. പച്ച് മാർഹി വരുന്നത് മധ്യപ്രദേശാണ്. നോക്ക് റോക്ക് വരുന്നത് മേഘാലയാണ്. സിംലിപാൽ വരുന്നത് ഒഡീഷയിലാണ്. ദിഹാങ് ദബാങ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. അജനാർ അമർകാണ്ട് വരുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിലാണ്. മനാസ് വരുന്നത് അസാമിലാണ്. കാഞ്ചൻജംഗ വരുന്നത് സിക്കിമിലാണ്. ഗ്രേറ്റ് നിക്കോബാർ വരുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ദിബ്രു സൈക്കോവ വരുന്നത് അസാമിലാണ്. ശീത മരുഭൂമി വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് പന്ന വരുന്നത് മധ്യപ്രദേശിലാണ്. യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളാണ്. അപ്പോൾ ആദ്യം വരുന്നത് നീലഗിരിയാണ്. ഇത് 2000-ലാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറുന്നത്. അപ്പോൾ ഇത് വരുന്നത് തമിഴ്നാട്, കേരളമാണ്. നീലഗിരി 2000-ലാണ് യുനെസ്കോയുടെ ലിസ്റ്റിൽ വരുന്നത്. അടുത്തത് ഗൾഫ് ഓഫ് മാന്നാറാണ് 2001. അടുത്തത് സുന്ദർബൻ ആണ്. പശ്ചിമ ബംഗാളിലുള്ള സുന്ദർബന് 2001 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് നന്ദാദേവിയാണ്. നോക്ക് റോക്ക് വരുന്നുണ്ട്. പച്മാർഹി വരുന്നുണ്ട്. സിംലിപാൽ വരുന്നുണ്ട്. അജ്നാക്മർ വരുന്നുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ വരുന്നുണ്ട്. അഗസ്ത്യമല 2016 കേരള, തമിഴ്നാട്ടിലുള്ള അഗസ്ത്യമല യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളാണ് കാസിരംഗ ആസാം, മനാസ് ആസാം, നന്ദാദേവി ഉത്തർപ്രദേശ്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ്, കിയോലാദിയോ രാജസ്ഥാൻ, സുന്ദർബൻ പശ്ചിമ ബംഗാൾ, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ്. ഇനി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകളാണ്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1 പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയിൽ ആദ്യമായി ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ്. രാജ്യത്തെ കടുവകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിലവിൽ വന്നത് 2006 സെപ്റ്റംബർ 4 ദേശീയ കടുവ സംരക്ഷണ സമിതി 2006 സെപ്റ്റംബർ 4 നിലവിൽ വരുന്നത്. ഈ ദേശീയ കടുവ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായിരിക്കും. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ പക്നാമാർക്ക്. ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് നാഗാർജുന സാഗർ, ആന്ധ്രാപ്രദേശ്. ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് വരുന്നത് ബോർ, മഹാരാഷ്ട്രയാണ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫന്റ് 1992. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1992 ഫെബ്രുവരിയാണ്.
ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുള്ള ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 30 അടുത്തത് വരുന്നത് പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. കാസിരംഗ ആസാം, മനാസ് ആസാം, നംദാഫ അരുണാചൽ പ്രദേശ്, പാക്കുയി അരുണാചൽ പ്രദേശ്, നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ്, വാൽമീകി ബീഹാർ, ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്, ബന്ദിപ്പൂർ കർണാടക, പെരിയാർ കേരളം, പറമ്പിക്കുളം കേരളം. കൻഹ മധ്യപ്രദേശ്, പെഞ്ച് മധ്യപ്രദേശ്, മെൽഘട്ട് മഹാരാഷ്ട്ര, തഡോബ മധ്യപ്രദേശ്, കൻഹ മധ്യപ്രദേശ്, പെഞ്ച് മധ്യപ്രദേശ്, മെൽഘട്ട് മഹാരാഷ്ട്ര, തഡോബ മഹാരാഷ്ട്ര. സിംലിപാൽ വരുന്നത് ഒറീസ, നന്ദൻകാനൻ വരുന്നത് ഒറീസ, രത്തംബോർ വരുന്നത് രാജസ്ഥാൻ, സരിസ്ക വരുന്നത് രാജസ്ഥാൻ, കോർബറ്റ് വരുന്നത് ഉത്തരാഞ്ചൽ, സുന്ദരവനം വരുന്നത് പശ്ചിമ ബംഗാൾ, ബുസ്ക വരുന്നത് പശ്ചിമ ബംഗാൾ.